അമ്മ ഞാൻ വിഷം വാങ്ങിച്ചിട്ട് വരാൻ പോവാം, നമുക്ക് മരിക്കാം, എൻ്റെ കുഞ്ഞിനെ ഞാൻ ആരെയാലും ഏൽപ്പിക്കാൻ പോവാം. എന്നിട്ടില്ല എനിക്ക് കുഞ്ഞിനെ കൊല്ലാൻ മനസ്സ് വരുന്നില്ല അമ്മേ, നമുക്ക് 3 പേർക്ക് കൂടെ, എൻ്റെ അനിയത്തിയുണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് 3 പേർക്ക് എങ്ങനെയാണെങ്കിലും ഞാൻ ആത്മഹത്യ ചെയ്യാം അമ്മ, എനിക്ക് വയ്യ അമ്മ, ഈ കടബാധ്യത. എല്ലാവരും വന്ന് ചീത്ത വിളിക്കുക, വീട്ടിൽ വന്ന് അതുപോലെ കടങ്ങളാണ്. അനിയത്തിയുടെ കല്യാണമായപ്പം റെസിഡൻറ്റ് ദുബൈയിലായിരുന്നു, കാരണം എല്ലാ കാര്യത്തിനും ഓടി നടക്കേണ്ടായിരുന്നു. ഉണ്ടായിരുന്ന ജോലി ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് എല്ലാം ചെയ്തത്, എല്ലാ കാര്യത്തിനും ഓടി നടന്നത്. അപ്പോൾ ജോലി എനിക്കും ഇല്ല. അപ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ ജോലിയെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഫോൺ ഓണാക്കി, ഞാൻ അമ്മ ഉടമ്പടി ഇവിടെ വന്ന് ഉടമ്പടി തൈലം തേച്ച് എനിക്ക് രോഗസൗഖ്യം കിട്ടി. അതിനുശേഷം വർഷങ്ങളോളം ഞാൻ പള്ളി വന്നിട്ടില്ല, ഞാൻ ഇതിലേക്ക് പിന്നെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ഉടമ്പടി സാക്ഷ്യമോ അങ്ങനെ ഒന്നും, എനിക്ക് അന്ന് ഉടമ്പടി എന്താണെന്നോ ഒന്നും അറിയില്ല. അപ്പോഴാണ് എനിക്ക് ആ ഒരു സൗഖ്യം കിട്ടിയത്. ആ ഫോണിൽ ഞാൻ നോക്കുമ്പോൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയത്. അപ്പോൾ ഒരു സാക്ഷ്യം ഞാൻ കണ്ടു. ലിസി എന്ന് പറഞ്ഞ ചേച്ചി മാവേലി എക്സ്പ്രസിൻ്റെ മുന്നിൽ, അതൊരു 58 മിനിറ്റോളം ഉണ്ടായിരുന്നു സാക്ഷ്യം. അപ്പം ഞാൻ ജസ്റ്റ് അത് പിന്നെ കാണാം, പിന്നെ ഞാനിങ്ങനെ വീണ്ടും എനിക്ക് ആ സാക്ഷ്യം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആ സാക്ഷ്യം ഓണാക്കി ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം എന്ന് വെച്ചിട്ട് ഞാനത് കേട്ടതാണ്. അത് ഞാൻ ഫുള്ളിരുന്ന് കണ്ടതിന് ശേഷം ഞാൻ സത്യം പറഞ്ഞ് എന്നെ ആരും എന്താ ചെയ്ത പോലെ ഞാനിന്ന് കരയുമായിരുന്നു, ഞാൻ പൊട്ടിക്കരയുമായിരുന്നു. കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അനിയത്തി വിളിച്ചു, അവളെ കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്ന അവിടെ കളർകോടാണ്. ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി വാ നമുക്ക് ഒരുമിച്ച് പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നാളെ ചങ്ങനാശ്ശേരിയിലാണ് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഞാൻ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ട് അവിടെ എനിക്ക് ലൊക്കേഷൻ എനിക്ക് കറക്റ്റ് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ ആലപ്പുഴയ്ക്ക് വരാൻ വേണ്ടി ബസ്സിൽ കയറി ഇരുന്നപ്പോൾ വീണ്ടും അവരെന്നെ വിളിച്ചു, ലൊക്കേഷൻ ഇട്ട് വന്നു. എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടെ നിന്ന് നേരെ ഞാൻ ഇവിടെ ആലപ്പുഴയിൽ വന്നു. അവളുമായിട്ട് ഇവിടെ വന്നപ്പോൾ ടൈം പോയി, ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവിടെ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു ഞാൻ റിജക്റ്റായി, എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പിന്നെ അടുത്ത ഇൻ്റർവ്യൂവിന് അവരെനിക്കിട്ട് തന്നു. അതിനെന്തിനു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നു. ഒരു മാസം കഴിഞ്ഞു തോന്നുന്നു. അവിടെ നിന്ന് ഞാൻ അതിന് ശേഷം അടുത്ത ഞായറാഴ്ച വന്നിട്ട് ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്ത് പോയി. ഒന്നര ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ റിജക്റ്റ് ആയെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തു നിന്ന് തന്നെ അവരെന്നെ വിളിച്ചു. ഞാൻ അവിടെ ജോലിക്ക് പോയി. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്യാണ്. അപ്പോൾ എനിക്കെല്ലാം വലിയ ശമ്പളം അങ്ങനെയല്ല, എന്നാലും എനിക്ക് അമ്മ മാതാവ് തന്ന ജോലി ആയതാണ്. എനിക്ക് എല്ലാ മാസവും കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഞാൻ ഒരുവിധം അമ്മയ്ക്ക് ഇവിടെ കൊടുക്കും. അതുപോലെ എനിക്ക് ഇൻസെൻറ്റീവ് കിട്ടുമ്പോൾ ആ ഇൻസെൻറ്റീവിൽ നിന്ന് ഞാൻ അമ്മയ്ക്ക് ഇവിടെ കൊണ്ട് നേരിച്ചു അതെടുത്തിട്ടേ ഞാൻ എന്താണെങ്കിലും അതും ചെയ്യാറുള്ളൂ. അങ്ങനെ ജോലി എനിക്ക് തന്ന് അനുഗ്രഹിച്ചു അമ്മ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് സത്യം പറഞ്ഞാൽ ഈ ജീവിതകാലം മുഴുവൻ കടബാധ്യതയായിട്ട് ഞങ്ങൾ നടക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. അതെങ്ങനെ മാറി കിട്ടിയെന്ന് എനിക്കറിയത്തില്ല.